ഹലോ, ഞാൻ ലിബില്ലി. അപ്പം ഞാനിന്ന് പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ബേസിൽ ജോസഫ് നായകനായ പൊന്മാൻ സിനിമ. പൊന്മാൻ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പടം ഒരു 10 മിനിറ്റത്തെ കഥയേ ഉള്ളൂ. പക്ഷേ 10 മിനിറ്റ് കഴിഞ്ഞിട്ടും പ്രേക്ഷകനെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു സംഭവം ആ സിനിമയിലുണ്ട്. അതായത് ഒരു തരം ലാഗോ കാര്യങ്ങളോ എനിക്ക് തോന്നിയില്ല. എന്തായാലും ഫാമിലിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും പൊന്മാൻ എന്ന് പറഞ്ഞ പടം. ഇപ്പോൾ ബേസിൽ ജോസഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസിൽ ജോസഫ് ഈ അടുത്ത് അഭിനയിച്ച പടങ്ങളൊന്നും നിരാശപ്പെടുത്തിയില്ല. കാരണം എല്ലാവരും ഹിറ്റ് പടങ്ങളാണ് ബേസിൽ ജോസഫ് ചെയ്തിരുന്നത്. ആ ഒരു സംഭവത്തോടുകൂടി തന്നെയാണ് ഈ പൊന്മാൻ എന്ന് പറഞ്ഞ പേര് വരാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പൊന്നാണ്, ആ ഒരു രീതിയിൽ വരും. പിന്നെ പടത്തിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൂടുതൽ ഞാൻ പറയാനുള്ള, അതൊക്കെ കണ്ടിരിക്കാവുന്ന ഒരു സംഭവമാണ്. അത് എന്തായാലും പ്രേക്ഷകനെ ഒരിക്കലും നിരാശപ്പെടുത്തുന്ന ഒരു പടമല്ല പൊന്മാൻ എന്ന് പറഞ്ഞ പടം. പിന്നെ പടത്തിൽ എടുത്ത് പറയേണ്ടത്, ഇതിൽ വില്ലനായിട്ട് ചെയ്തിരിക്കുന്നത് മറ്റേ അംബാനിയില്ലേ, ആവേശം സിനിമയിലെ അംബാൻ, അത് സജിൻ ഗോപു അങ്ങനെ അങ്ങോട്ട് പേരുള്ളത്. അപ്പോൾ പുള്ളിയാണ് അതിൽ വില്ലനായിട്ട് ചെയ്തിരുന്നത്. വില്ലനല്ല, ഒരു എതിർഭാഗത്തുള്ളൊരു റോൾ ചെയ്തിരുന്നത്. പുള്ളിയും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബേസിൻ്റെ ആയാലും സജിൻ ഗോപുവിൻ്റെ ആയാലും ആക്ടിങ് കിടിലൻ. അതേപോലെ തന്നെ ഇതിൽ പറയാനുള്ളത് വേറൊരു ആനന്ദ് പത്മനാഭനോ അങ്ങനെ കണ്ട പേര്, എനിക്ക് കൃത്യമായിട്ട് പേര് എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. അതായത് ജയ് നടിയുടെ ചേട്ടനായിട്ട് അഭിനയിച്ച പുള്ളിക്കാരൻ ഇതിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ആളെന്ന രീതിയിലൊക്കെയാണ് പുള്ളി അതിൽ ചെയ്തിരുന്നത്. അതൊക്കെ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പുള്ളിയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് അഭിനയിച്ച എല്ലാവരും പെർഫോമൻസ്. പിന്നെ ഇതിൽ നായികയായിട്ട് വന്നിരിക്കുന്നത് ലിജോ മോൾ എന്ന് പറഞ്ഞാൽ മറ്റേ മഹേഷിൻ്റെ പ്രതികാരം സിനിമയിലെ നായിക. പുള്ളിക്കാരത്തെയും പക്ഷേ നടിക്ക് അധികം അതായത് ഉള്ള ഭാഗം പുള്ളിക്കാരി ചെയ്തു, പക്ഷേ അധികം ഒരു ത്രൂ ഔട്ട് റോളായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം പടത്തിൽ ത്രൂ ഔട്ട് ഉണ്ട്, പക്ഷേ എന്നാലും എന്താ പറയുക, ഒരു മെയിൻ ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മെയിൻ വന്നിരിക്കുന്നത് എന്തായാലും ബേസിലും അതേപോലെ തന്നെ സജിൻ ഗോപു ഇവർ തമ്മിലുള്ള മെയിൻ റോൾ വന്നിരിക്കുന്നത്. പിന്നെ ഇവരെ കൂടാണ്ട് മറ്റേ ദീപക് പറമ്പോൾ പുള്ളിയും ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ 1-2 പേര്, എനിക്ക് എല്ലാവരും പേരെടുത്ത് പറയാൻ ഇപ്പോൾ കിട്ടണില്ല. എന്തായാലും ഒരു ഗംഭീര ഒരു പടം എന്ന് പറയാം. അതായത് നിരാശപ്പെടുത്തില്ല തിയേറ്ററിൽ, അത് ഉറപ്പാണ് ആ കാര്യം. അതായത് എങ്ങനെ ഒരു ഫ്രഷ്നെസ് ഉള്ള ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ പടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ബേസിലിൻ്റെയൊക്കെ പെർഫോമൻസിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പുള്ളി കോമഡി പറയുമ്പോൾ പുള്ളിയുടെ ഓരോരോ ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ രസമാണ്, പുള്ളിക്കാരൻ രസമാണ്. എന്തായാലും തിയേറ്ററിൽ കാണാവുന്ന ഒരു സിനിമയാണ് പൊന്മാൻ എന്ന് പറഞ്ഞ പടം. ശരി.